അസ്ഥിതൻ അസ്ഥിയും മാംസത്തിൻ മാംസവും നരനായി നാരിയായി ദൈവത്തിൻ സ്നേഹിതർ. അസ്ഥിതൻ അസ്ഥിയും മാംസത്തിൻ മാംസവും നരനായി നാരിയായി ദൈവത്തിൻ സ്നേഹിതർ. ഏദനിൽ നട്ടൊരു ദാമ്പത്യ മുകുളങ്ങൾ വിരിയേണം മഞ്ഞിരിൽ സുഗന്ധ ബന്ധങ്ങളാ. ഏദനിൽ നട്ടൊരു ദാമ്പത്യ മുകുളങ്ങൾ വിരിയേണം മഞ്ഞിരിൽ സുഗന്ധ ബന്ധങ്ങളാ. ജീവനുണർത്തുന്ന സൗഹൃദ ദാമ്പത്യം ജീവന്റെ ഭാഷയാൽ വളർന്നിടേണം. ജീവനുണർത്തുന്ന സൗഹൃദ ദാമ്പത്യം ജീവന്റെ ഭാഷയാൽ വളർന്നിടേണം. ഉറപ്പുള്ള ദാമ്പത്യം ഉണർവുള്ള കുടുംബങ്ങൾ ഉണർത്തുന്നു മഞ്ഞിരിൽ സുഗന്ധ ബന്ധങ്ങൾ. ഉറപ്പുള്ള ദാമ്പത്യം ഉണർവുള്ള കുടുംബങ്ങൾ ഉണർത്തുന്നു മഞ്ഞിരിൽ സുഗന്ധ ബന്ധങ്ങൾ. നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? വാതിൽ തുറക്കാൻ എന്താ ഇത്ര താമസം? ദേ മനുഷ്യ, വന്ന് കേറുമ്പോ തന്നെ തുടങ്ങല്ലേ. പിന്നെ ഞാൻ ഇത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു. വിശന്നിട്ട് വയ്യ. വേഗം എന്തെങ്കിലും എടുത്തു വെക്കി. ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടുക, മെക്കിട്ട് കയറുക, എന്നെ നാവ് ചൊറിഞ്ഞു വരണം കേട്ടോ. നീ എന്തോന്നാടി ഈ പെറുപെറുക്കുന്നേ? വല്ലതുമുണ്ട് മുഖത്ത് നോക്കി പറയടി. ഓഫ്, ഇത് എന്തോന്ന് കറിയാടി, വായിൽ വെക്കാൻ കൊള്ളില്ല. ദേ മനുഷ്യ, നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിലേ അത് എന്നോട് തീർക്കാൻ വരരുത് കേട്ടോ. നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ വിഷമം ആർക്കും മനസ്സിലാകില്ല. ഓ, നിങ്ങൾക്ക് മാത്രല്ലേ വിഷമുള്ളൂ. ഇവിടെ മനുഷ്യൻ തീലാ നിക്കണേ. എന്റെ വിഷമം ആർക്കും മനസ്സിലാകില്ല. നിങ്ങൾക്ക് മാത്രമല്ലേ വിഷമമുള്ളൂ. പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? വാതിൽ തുറക്കാൻ എന്താ ഇത്ര താമസം? ഞാൻ അപ്പുറത്ത് ജോലിയിലായിരുന്നു. നിനക്കിവിടെ എന്താണ് ഇത്രമാത്രം ജോലി? ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു. വാ, വന്ന് കൈ കഴുക്. ഇത് എന്തോന്ന് കറിയാണ്, വായിൽ വെക്കാൻ കൊള്ളില്ല. മോനെ കുട്ടാ, ഇതെന്നാ പറ്റി? ഇതെന്താ പ്രശ്നം? എന്നോട് പറ. ഓഫീസിൽ എന്തെങ്കിലും വിഷയം? ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കി, ഞാൻ കൂടെ ഉണ്ടാവുന്നേ. എടീ, അത് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് കൊടുക്കാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരല്പം സമയം ചോദിച്ചിട്ട് കക്ഷി സമ്മതിച്ചില്ല. ചേട്ടൻ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഓ, അതായിരുന്നല്ലേ കാര്യം. നമുക്ക് വഴിയുണ്ടാക്കാം ജോസേട്ടാ. നമ്മുടെ കയ്യിലും ഇത്തിരി പൊന്നുണ്ടല്ലോ. ഇപ്പൊ പൊന്നിനൊക്കെ നല്ല വിലയുണ്ടെന്നേ. നമുക്ക് നമ്മുടെ സ്നേഹവും സമാധാനവും അല്ലേ വലുത്. ഞാൻ നിന്നോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടു അല്ലേ? ക്ഷമിക്കടി, സാരമില്ല, പോട്ടെ. ചേട്ടൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചേ, എല്ലാം ശരിയാവും. നല്ല സമീപനം ബന്ധങ്ങൾ സുഗന്ധമുള്ളതാക്കുന്നു. പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. ഇതിലേതു ദാമ്പത്യം മെച്ചമാണെന്നത് തിരിച്ചറിഞ്ഞിടുക ദമ്പതിമാരെ. ഇതിലേതു ദാമ്പത്യം മെച്ചമാണെന്നത് തിരിച്ചറിഞ്ഞിടുക ദമ്പതിമാരെ. ജീവനുണർത്തുന്ന സൗഹൃദ ദാമ്പത്യം ജീവന്റെ ഭാഷയാൽ വളർന്നിടേണം. ഉറപ്പുള്ള ദാമ്പത്യം ഉണർവുള്ള കുടുംബങ്ങൾ ഉണർത്തുന്നു മഞ്ഞിരിൽ സുഗന്ധ
കോഴിക്ക് തീറ്റ കൊടുക്കാൻ മറക്കണ്ട. ഓ. മനുഷ്യ, നിങ്ങൾ ആ കടയിൽ പോയിട്ട് വേഗം വരാമോ? ദേ, ഞാൻ പറഞ്ഞത് കേട്ടോ? ഓ, കേട്ടു. അത് കഴിഞ്ഞ് ആ ചെടികൾ നനയ്ക്കണം. കേട്ടോന്ന്? ആ, കേട്ടു. ഞാൻ ചെയ്തോളാം. എന്റെ ദൈവമേ, ഇവിടെ എൻ്റെ അടുത്ത് ഇത്ര നേരെ ഇരുന്നവളാ. അടുക്കളയിൽ ചെന്നിട്ട് വിളിച്ചു കൂവണ കണ്ടില്ലേ? മുഖത്തോക്കി സംസാരിക്കില്ല. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ പ്രകടിപ്പിക്കാൻ അറിയില്ല. അതെ മനുഷ്യ, ദേ എന്നെ വിളിക്കുന്നത് കേട്ടാ? എന്നെ വിളിക്കുന്നത് കേട്ടോ? അതെ മനുഷ്യ, ദേ മുഖത്ത് നോക്കി സംസാരിക്കില്ല. പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. ബാബുചേട്ടാ, കുറച്ചു കഴിയുമ്പോൾ ആ കോഴികൾക്ക് തീറ്റ കൊടുക്കാമോ? എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. അതിനെന്താ, ഈ വാർത്ത കഴിയുമ്പോൾ ഞാൻ തന്നെ ചെയ്തോളാം. ഇച്ചായ, കുറച്ചു കഴിയുമ്പോൾ കടയിൽ പോകണം. സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. റീനെ, എന്തൊക്കെ വാങ്ങാനുള്ളതെന്ന് നീ എഴുതി വെക്കി. ഞാനിപ്പോ വരാം. ഓക്കെ ബാബുചേട്ടാ. ആ ചെടിയൊക്കെ നനയ്ക്കാൻ എന്റെ കൂടെ കൂടാമോ? നമുക്ക് ഒരുമിച്ച് ചെയ്യാടോ, അതൊക്കെ ഒരു രസമല്ലേ? സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യാറുണ്ടോ? മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ? പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. ഇതിലേതു ദാമ്പത്യം മെച്ചമാണെന്നത് തിരിച്ചറിഞ്ഞിടുക ദമ്പതിമാരെ. ഇതിലേതു ദാമ്പത്യം മെച്ചമാണെന്നത് തിരിച്ചറിഞ്ഞിടുക ദമ്പതിമാരെ. സ്നേഹത്തിൽ ജനിച്ചിടും മക്കളെ വളർത്തിയും ക്രിസ്തീയ ശിക്ഷണം സ്നേഹമായി നൽകിയും. സ്നേഹത്തിൽ ജനിച്ചിടും മക്കളെ വളർത്തിയും ക്രിസ്തീയ ശിക്ഷണം സ്നേഹമായി നൽകിയും. ക്രിസ്തുവിൽ കുലം തീർക്കും വിശിഷ്ടമാം ദാമ്പത്യം ഭൂമിയിൽ തീർക്കുന്നു സുഗന്ധബന്ധങ്ങൾ. ക്രിസ്തുവിൽ കുലം തീർക്കും വിശിഷ്ടമാം ദാമ്പത്യം ഭൂമിയിൽ തീർക്കുന്നു സുഗന്ധബന്ധങ്ങൾ. ഇന്ന് ഞായറാഴ്ചയല്ലേ, വൈകിട്ട് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഓക്കെ, പഴംപൊരി ഉണ്ടാക്കാം. ഏയ്, അത് വേണ്ട. നല്ല എണ്ണയാണ്. നൂഡിൽസ് ഉണ്ടാക്കാം. പഴംപൊരി മതി. നീ വാശി പിടിക്കാതെ ആദ്യം ഒരു നല്ല ചായ ഉണ്ടാക്കും. എനിക്ക് കാപ്പി മതി. കാപ്പി ഉണ്ടാക്കാം. എനിക്ക് കാപ്പി വേണ്ട, ചായ മതി. എന്നാലേ ചായയും വേണ്ട കാപ്പിയും വേണ്ട. മര്യാദയ്ക്ക് ന്യൂസ് മാറ്റി സിനിമ വെച്ചോ. ന്യൂസ് കഴിഞ്ഞിട്ടേ സിനിമ വെക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് സിനിമ കാണണം. നിനക്ക് മാത്രമേ ഇഷ്ടങ്ങളുള്ളോ? എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയുമില്ലേ? എനിക്കും ഉണ്ടല്ലോ ഇഷ്ടങ്ങൾ. അതാര് നോക്കും? എന്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ലേ? എനിക്കുമുണ്ടല്ലോ ഇഷ്ടങ്ങൾ. എന്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ലേ? പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. ഓക്കെ, പ്രശ്നം വേണ്ട. ഞാൻ നിനക്ക് നല്ല കാപ്പി ഉണ്ടാക്കി തരാം. എന്നാലേ ഇച്ചായന് ഞാൻ ചായയും ഉണ്ടാക്കാം. ആ ന്യൂസ് വെച്ചേ. വേണ്ട, സിനിമ വെക്കാം. ന്യൂസ് കഴിഞ്ഞിട്ട് മതി സിനിമയൊക്കെ. അപ്പോ പഴംപൊരിയും നൂഡിൽസും
നമുക്ക് രണ്ടും ഉണ്ടാക്കാന്നേ. വ്യത്യസ്തതകളുടെ ആഘോഷം, സൗഹൃദ ദാമ്പത്യത്തിന്റെ തുടക്കം. വ്യത്യസ്തതകളുടെ ആഘോഷം, സൗഹൃദ ദാമ്പത്യത്തിന്റെ തുടക്കം. പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. ഇതിലേതു ദാമ്പത്യം മെച്ചമാണെന്നത് തിരിച്ചറിഞ്ഞിടുക ദമ്പതിമാരെ. ഇതിലേതു ദാമ്പത്യം മെച്ചമാണെന്നത് തിരിച്ചറിഞ്ഞിടുക ദമ്പതിമാരെ. ഹൃദയത്തുടിപ്പുകൾ തൊട്ടറിഞ്ഞിടുന്ന സ്നേഹത്തിൻ രൂപമായി ജീവിത പങ്കാളി. ഹൃദയത്തുടിപ്പുകൾ തൊട്ടറിഞ്ഞിടുന്ന സ്നേഹത്തിൻ രൂപമായി ജീവിത പങ്കാളി. ക്ഷമിക്കുന്ന സ്നേഹത്താൽ മുറിവുണക്കിയിടും ദാമ്പത്യം തീർക്കുന്നു സുഗന്ധ ബന്ധങ്ങൾ. ക്ഷമിക്കുന്ന സ്നേഹത്താൽ മുറിവുണക്കിയിടും ദാമ്പത്യം തീർക്കുന്നു സുഗന്ധ ബന്ധങ്ങൾ. എടി മേരി, ഞാൻ ഇറങ്ങാണ്. നീ നമ്മുടെ മുറി ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. നിറയെ മുടിയ. എൻ്റെ ഡ്രസ്സ് കഴുകാനുണ്ട് കേട്ടോ. ഒറ്റ ഷർട്ട് അയൺ ചെയ്തതില്ല. ഇന്ന് തന്നെ ഷർട്ടൊന്ന് അയൺ ചെയ്ത് വെക്കണേ. പിന്നെ അവരുടെ കല്യാണത്തിന് കൊടുക്കാനുള്ള സമ്മാനം നീ തന്നെ വാങ്ങിയാൽ മതി. എനിക്ക് സമയം ഉണ്ടാവില്ല. മോൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകുന്ന കാര്യം മറക്കണ്ട കേട്ടോ. ശോ, ഈ മുറ്റം ഇതുവരെ അടിച്ചില്ലേ? ചെടികളൊക്കെ ഉണങ്ങി നിൽക്കാണ്. ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ ചെയ്യാനാ മനുഷ്യ? നിനക്ക് പിന്നെ വേറെന്താ ഇവിടെ പണി? എനിക്ക് 100 കൂട്ടം തിരക്കുണ്ട്. ഞാനെന്റെ വേലക്കാരിയാണോ? എന്റെ ദൈവമേ, ഞാൻ എന്തിനാ കല്യാണം കഴിച്ചേ? എന്റെ ദൈവമേ, ഞാൻ എന്തിനാ കല്യാണം കഴിച്ചത്? പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. മേരി, എൻ്റെ ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. കഴിയുമ്പോൾ ഒന്ന് വിരിച്ചിട്ടേക്കാമോ? ഞാൻ ചെയ്തോളാം. വൈകിട്ട് വരുമ്പോ നമ്മുടെ മുറി വൃത്തിയാക്കണം കേട്ടോ. എൻ്റെ ഷർട്ടുകൾ ഞാൻ തേച്ച് തീർന്നിട്ടില്ല. 2 എണ്ണം കൂടിയുണ്ട്. നീ തേക്കുമ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണേ. ഓക്കെ. ഇന്ന് വരുമ്പോ അവരുടെ കല്യാണത്തിന് കൊടുക്കാൻ ഒരു സമ്മാനം വാങ്ങണേ. ബെഡ്ഷീറ്റ് മതി. ഞാൻ വാങ്ങിച്ചോളാം. ഞായറാഴ്ച മാതാപിതാക്കളുടെ സെമിനാറിന് നമുക്ക് ഒരുമിച്ച് പോയാലോ? അത് നന്നായി. മോന് സന്തോഷാവും. ഞാൻ മുറ്റടിക്കട്ടെ, ചെടികളും നനയ്ക്കാനുണ്ട്. നാളെ രാവിലെ വണ്ടി കഴുകാൻ നീ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. വീട്ടിലെ ജോലികൾ ഒരുമിച്ച് ചെയ്താലോ? വീട്ടിലെ ജോലികൾ ഒരുമിച്ച് ചെയ്താലോ? പ്രശ്നങ്ങൾ പലവിധം, വിഷമങ്ങൾ പലവിധം, കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പലവിധം. ഇതിലേതു ദാമ്പത്യം മെച്ചമാണെന്നത് തിരിച്ചറിഞ്ഞിടുക ദമ്പതിമാരെ. ഇതിലേതു ദാമ്പത്യം മെച്ചമാണെന്നത് തിരിച്ചറിഞ്ഞിടുക ദമ്പതിമാരെ. വ്യവസ്ഥകളില്ലാത്ത, പരിധികളില്ലാത്ത പങ്കാളിതൻ സ്നേഹം ക്രിസ്തു സാന്നിധ്യം. വ്യവസ്ഥകളില്ലാത്ത, പരിധികളില്ലാത്ത പങ്കാളിതൻ സ്നേഹം ക്രിസ്തു സാന്നിധ്യം. ദാമ്പത്യ ബന്ധത്തിൽ വിശുദ്ധമാം സ്നേഹം അലകളായി തീർത്തിടും സുഗന്ധ ബന്ധങ്ങൾ. ദാമ്പത്യ ബന്ധത്തിൽ വിശുദ്ധമാം സ്നേഹം അലകളായി തീർത്തിടും സുഗന്ധ ബന്ധങ്ങൾ. ദേ, നിങ്ങൾ അവളെ ശ്രദ്ധിച്ചോ? എന്താടി? അവളവനെ പേരാ വിളിക്കുന്നത്. അതിന് ഭാര്യ
ഭർത്താവിന് പേര് വിളിക്കാൻ പാടുണ്ടോ? അത് പിന്നെ അവർ മുമ്പ് നല്ല കൂട്ടുകാരായിരുന്നില്ലേ? അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു അവള്. പക്ഷേ ഇപ്പോൾ അവൾ അവന്റെ ഭാര്യയല്ലേ? ഇനിയും അങ്ങനെ പാടുണ്ടോ? വിവാഹം കഴിഞ്ഞു എന്ന് കരുതി സൗഹൃദം വേണ്ടെന്ന് വെക്കണോ? ആഹാ, അത് ശരി. എന്നാ എനിക്കും വേണം സൗഹൃദം. നീ എന്ത് ചെയ്യാൻ പോണു? ഞാനും പേര് കൂട്ടി വിളിക്കട്ടെ. എന്തോന്ന്? നമുക്ക് ഈ എടിപൊടി വിളിയൊക്കെ മാറ്റി പിള്ളേര് വിളിക്കുന്നത് പോലെ പേര് വിളിച്ചാലോ? ലില്ലിയേ, നിനക്കിത് എന്തു പറ്റി? ജോസേട്ടാ, ലില്ലിക്കുട്ടി, ജോസ് മോനെ, ലില്ലി മോളെ. അസ്ഥിരൻ അസ്ഥിയും മാംസത്തിൻ മാംസവും നരനായി നാരിയായി ദൈവത്തിൻ സ്നേഹിതർ. അസ്ഥിരൻ അസ്ഥിയും മാംസത്തിൻ മാംസവും നരനായി നാരിയായി ദൈവത്തിൻ സ്നേഹിതർ. ജീവനുണർത്തുന്ന സൗഹൃദ ദാമ്പത്യം ജീവന്റെ ഭാഷയാൽ വളർന്നിടേണം. ജീവനുണർത്തുന്ന സൗഹൃദ ദാമ്പത്യം ജീവന്റെ ഭാഷയാൽ വളർന്നിടേണം. ഉറപ്പുള്ള ദാമ്പത്യം ഉണർവുള്ള കുടുംബങ്ങൾ ഉണർത്തുന്നു മഞ്ഞിരിൽ സുഗന്ധ ബന്ധങ്ങൾ. ഉറപ്പുള്ള ദാമ്പത്യം ഉണർവുള്ള കുടുംബങ്ങൾ